അല്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ. പറ. അവ ഇന്ന് ഇവിടെ രാത്രി നിൽക്കും. ഇന്ന് രാത്രി അവൻ ഇവിടെ ഉണ്ടാവും. നാളെ വെളുപ്പിന് അവനോട് പറഞ്ഞു വിടണം. അതെ, ഞാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മോശമാണ്, തറവാടിന് മോശമാണെന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടറിയാ, ഇന്ന് രാത്രി തന്നെ 2 എണ്ണം പൊട്ടിച്ചിട്ട് അവന്റെ സാധനം വാരി ഇറക്കിയിട്ട് പറഞ്ഞു വിടണം. അളിയന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതൊന്നും വേണ്ട അളിയാ, അവൻ എങ്ങനെയെങ്കിലും രാവിലെ നൈസിലങ്ങ് പറഞ്ഞു വിട്ടാൽ മതി. പിന്നെ ഞാൻ അളിയൻ്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്, വേറൊന്നും വിചാരിക്കരുത്. കുറെ നാളായി എൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തകട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവനുണ്ടല്ലോ, ഇവൻ വരുന്നതിൻ്റെ കുറച്ച് നാൾ മുമ്പായിട്ട് തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ജവന്തി ആണെങ്കിൽ ഫോണുമായിട്ട് പല മൂലയ്ക്ക് നിൽക്കണത്. ഉള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞു. പെണ്ണുങ്ങള് ആണുങ്ങളാണ് ചെലവിന് തരണമെങ്കിൽ അതനുസരിച്ച് പറയണത് കേട്ട് മര്യാദക്ക് വീട്ടിൽ നിന്നോണം. ഞാൻ നിന്റെ കാല് പിടിക്കുക, എഴുന്നേറ്റ് ചെല്ലു. നീ ചുമ്മാ ഇക്കടി. അവൻ വിഷമിക്കണം. ആ വിഷമത്തിന് പരിഹാരം എനിക്കറിയാം ഉണ്ടാക്കി കൊടുക്കാൻ. ആണുങ്ങളെ വിഷമം മനസ്സിലാക്കാതെ ആളെയാ വിഷമിക്കണ്ട. വേണ്ട നീ പോയി അവന് ഇച്ചിരി കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും എടുത്തു. അവൻ പോകണ്ട, അവൻ ഇവിടെ ഇരിക്കട്ടെ. ഇച്ചിരി മനസ്സ് വിഷമമൊക്കെ ഒന്ന് മാറി സാവകാശം അങ്ങോട്ട് പോയാൽ മതി. വിഷമിക്കണ്ട. വേണ്ട, ഇലയ്ക്ക് മുള്ളിലും കേടില്ലാത്ത രീതിയിൽ ഈ കേസ് ആളിയും കൈകാര്യം ചെയ്തു തരും. അല്ലേ കൊച്ചു പിള്ളേരെ പോലെ നീ ചിരിക്ക്. കുറച്ച് കുടിക്കാൻ വെള്ളം തരില്ല എന്റെ മോന്, നീ ചെല്ലടാ അങ്ങോട്ട്. എടി വെള്ളം കൊടുക്കാൻ അവൻ പോവും. ഇത് ഞാൻ ഏറ്റ് വിഷമിക്കണ്ട. എന്നാലും ഇതൊക്കെ ഇങ്ങനെ ഇവിടെ നടന്നല്ലോ എന്നുള്ളതാണ്. കനക എന്താ എടോ എൻ്റെ ജീവിതം പോയടോ. എന്തു പറ്റി? ഇനി തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിൽ പോയി. കാര്യം എന്താന്ന് വെച്ചാ പറ. നീ കാര്യം എന്താ, അവളുടെ മറ്റേ മുറച്ചെറുക്കല്ലേ ഗൾഫിൽ നിന്ന് വന്നത്. അത് പോയി നോക്കണം. അത് അവളെ മുറച്ചെറുക്കനല്ല, കാമുകനാണ്. കാമുകൻ നിന്നോടാവും വരാൻ പോണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മര്യാദക്ക് പറഞ്ഞാ എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കാൻ അവനെ വരുത്തല്ലേന്ന്. ഞാൻ എങ്ങനെ വരുത്താതിരിക്കടോ? അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കുവോ? എടാ കനക, പഴയ കാലമൊന്നുമല്ല, കുടുംബത്തുള്ളവരെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. പിന്നെയാണ് അമ്മാവൻ്റെ മകനാണ് മുറച്ചെറുക്കനാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തന്നെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കണം. അതെ, അവർ പെരുമാറുന്ന നിനക്ക് കാണണോ? കാണണ്ട കൂടെ ഞാൻ കാണിച്ചു തരാം. വാ വാ. എനിക്ക് കാണണ്ട. വാടാ, നീ കണ്ടോ? എനിക്ക് കാണണ്ടെന്നേ. ഒന്നുകിൽ അവനെ ഓർക്കണം, വേണ്ടേ? അവൾ വേറൊരുത്തൻ്റെ ഭാര്യയാണെന്ന് ഓർക്കണം, അല്ലെങ്കിൽ അവളെ ഓർക്കണം ഞാനൊരു ഭാര്യയാണ്, അത് കല്യാണം കഴിക്കാത്തൊരു ചെക്കനാണ്. ഇത് കാമുകന്മാർ പെരുമാറണമാര് രണ്ടുപേരും കൂടെ പെരുമാറണം. അതിൻ്റെ ഉള്ളിൽ നാണമില്ല കനക നിനക്ക്? എന്തിന്? വേറെ അന്യ ഒരുത്തനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ട് മാറി നിന്നിട്ട് ഒളിഞ്ഞു നോക്കണം നീ. എടാ, അവൻ എത്രയും പെട്ടെന്ന് അവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കാൻ. ഞാൻ എങ്ങനെ പുറത്തിറക്കി വിടടോ? ഞാൻ പുറത്തിറക്കി വിട്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ എന്നെ തിന്നാൻ വരും. അപ്പം അവരുടെ മുമ്പിൽ ഞാൻ വലിയൊരു രോഗിയാണ്, സംശയരോഗി. സത്യങ്ങൾ ഞാനാണല്ലോ പറയണത്. കനക, അവർക്കൊന്നും തോന്നൂല. അവർക്ക് പുതിയ കാലഘട്ടത്തിനെ കുറിച്ച് അറിയാൻ പാടില്ല. ഇപ്പോഴത്തെ പെൺപിള്ളേരെ സ്വപ്ന ലോകത്താണ്. അവർക്ക് കളർഫുള്ള് ജീവിതമാണ് അവർ ആഗ്രഹിക്കണം. ഇപ്പോൾ ഈ ഗൾഫിൽ നിന്ന് വന്നേക്കണവന്മാരുടെ കളർഫുള്ള് ഡ്രസ്സും അവരുടെ സ്പ്രേയുടെ മണമൊക്കെ കേട്ടാൽ പെൺപിള്ളേരെ ആകർഷിക്കും. നീ അതുപോലെ എന്തെങ്കിലും അവൾക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? നീ പോസ്റ്റേലും കയറി വേർത്ത് കുളിച്ചിട്ട് ഒരു അത് വിടക്കേട്ട മണമായിട്ടല്ലേ അവളുടെ അടുത്ത് ചെല്ലണ. അവളെയും പറഞ്ഞിട്ട് അയ്യോ നാണമില്ല നിനക്ക് ഈ ജാതി താടിയും വെച്ചിട്ട് നിന്ന് കരയാൻ, വൃത്തി കേട്ടോനെ. അച്ചോ കനക, നമുക്ക് വഴിയുണ്ടാക്കാൻ. നീ കരയല്ലേ? ഒക്കെ എൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ്. അല്ലാത്ത കാര്യത്തിനൊക്കെ നിനക്ക് 100 നാവാനല്ല. സ്വന്തം കാര്യത്തിന് എന്താ വർത്താനം പറഞ്ഞാലേ? ഒക്കത്തിന് എന്നെ പറഞ്ഞാൽ മതിയടോ. ഞാൻ അന്ന് ആ ഫോണ് വാങ്ങിച്ചു കൊടുത്തതായി പ്രശ്നം. ഞാൻ അന്ന് അമ്മയോട് പറഞ്ഞാണ് ആ ഫോണ് വേണ്ടാന്ന്. അപ്പം അമ്മയ്ക്ക് ഒരേ നിർബന്ധം, വാങ്ങിച്ചു കൊടുക്കണം അവൾക്ക് ഫോണെന്ന്. ആ ഫോണ് വാങ്ങിച്ചു കൊടുത്തതായി പ്രശ്നം. ഈ വാട്സാപ്പ് ഉണ്ടല്ലോ, വാട്സാപ്പ്, ഈ വാട്സാപ്പിൽ അവൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും മെസ്സേജ്. ഇവൾ തിരിച്ചു അയക്കും. ഞാൻ പറയട്ടെ, ഗൾഫിൽ നിന്ന് ഇവളെ വിളിക്കുന്ന എന്ത് കാര്യത്തിനാണ്? അതും ദിവസേനെ ഒരു മുറപ്പെണ്ണ്, ഒരു മുറച്ചെറുക്കന് മുറപ്പെണ്ണുമായിട്ട് ഇത്ര കൂടുതൽ സംസാരിക്കാൻ എന്താണ്? എടാ, മുറപ്പെണ്ണും നാഴിപ്പെണ്ണൊക്കെ കല്യാണത്തിന് മുമ്പാണ്. അവളിപ്പോ നിന്റെ ഭാര്യയല്ലേ? അല്ലേ? പിന്നെ എന്ത് മുറപ്പെണ്ണ്? അത് നീ ചോദിക്കണോ അങ്ങാട്? ഇത് വേറെ എവിടെയില്ല, അത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. നീ ഇതൊക്കെ കണ്ടുകൊണ്ട് പുറത്തു വന്നിന്ന് നിലവിളിച്ചാലുണ്ടല്ല, അവൻ അവളെയും വിളിച്ചോണ്ട് പോകും അവളുടെ പാട്ടിന് കേട്ടാ. നീ എന്നിട്ട് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ നോക്കി ചെല്ലി. ഫാസിലെ, എൻ്റെ വിഷമം ഞാൻ എത്ര പറഞ്ഞിട്ട് ഇവർക്ക് ആർക്കും മനസ്സിലാവില്ലടോ. അത് മനസ്സിലായി ആർക്കറിയോ? ക്ലീറ്റസിന് സംഗതി മനസ്സിലായി. ഞാൻ പറഞ്ഞു, ക്ലീറ്റസെ എൻ്റെ മാതിരിയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം എൻ്റെ പോയിന്റ് പിടി കിട്ടിയവന്. അവന് മനസ്സിലാവും. അവന് ഇതുപോലത്തെ 100 പ്രശ്നങ്ങളിൽ ഇടപെടണല്ലേ. ഇതുപോലത്തെ ലക്ഷണം കണ്ട അവന് പിടുത്തം കിട്ടും. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു പിടിയും കിട്ടില്ലടോ. നീ എത്രയും പെട്ടെന്ന് ചെന്നിട്ട് അവന് ഇവിടുന്ന് ഒഴിവാക്കാൻ നോക്കുക. ഞാൻ എങ്ങനെ ഒഴിവാക്കടോ?
എടാ അല്ലെങ്കിൽ അവളെ വിളിച്ചോണ്ട് നീ എങ്ങാടെങ്കിലും പോ. അപ്പം നിങ്ങളെ കാണാതെ ആകുമ്പോൾ അവൻ തന്നെ ഇറങ്ങി പോയിക്കോളും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വിളിച്ച അവള് വരുമോ? അയ്യോ അവനവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് കരയണ. നിന്നൊക്കെ എന്താ ചെയ്യണം? അല്ലാത്ത കാര്യത്തിന് നിനക്ക് 100 നാവാണല്ലോ. അവനവൻ്റെ കാര്യത്തിന് അതൊന്നും അറിയാൻ പാടില്ലേ? ഇത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലേ? എന്തെങ്കിലും സിറ്റുവേഷൻ ആട്ടെ നീ നിന്റെ കുടുംബം സംരക്ഷിക്കാനൊക്കെ. അല്ല അവിടെ വയറിരിക്കില്ല, അവനൊരു ഷോക്ക് കൊടുക്ക്. നീ വീട്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഞാൻ നാളെ ചിലപ്പോഴായിട്ട് ഓഫീസിലേക്ക് വരൂ, ചിലപ്പോഴേ വരണ്ടാവുള്ളൂ. എന്താണ് ഇതിനൊക്കെ ചെയ്യണ്ടേന്നറിയാം. ഏട്ടാ 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 ഉറങ്ങിയോ? എന്താ ഏട്ടാ? എന്താ നിനക്ക് വേണ്ടത്? ഏട്ടൻ എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല. കാര്യം പറയേട്ടാ. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? നീ കിടക്കണ കിടന്നോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം കേൾക്കണ്ട. ഏട്ടൻ കേട്ടേ പറ്റൂ. എന്താ ഏട്ടൻ ഇങ്ങനെ കാണിക്കണേ? എങ്ങനെ കാണിക്കണേ? എന്റെ ഈ സ്വഭാവം. എന്താ എന്റെ സ്വഭാവത്തിന് കുഴപ്പം? ഇപ്പൊ എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റില്ല, ഞാൻ പറഞ്ഞില്ലേ. പിന്നെന്താണ്? നീ വേണേ കിടന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താടി നിനക്ക് മനസ്സിലായത്? ഒരാള് വീട്ടിൽ വന്ന ഇങ്ങനെയാണോ കാണിക്കണ്ടേ? ഞാൻ എന്താ കാണിച്ചത്? ഞാനാണടി കാണിച്ചത്? പിന്നല്ലാതെ. ആണോ? എനിക്ക് ഇങ്ങനെ പെരുമാറാനേ അറിയൂ. അത് തന്നെ. ഞാൻ പെരുമാറാൻ കള്ളത്തരമില്ല, എനിക്ക് ഇങ്ങനെ പെരുമാറാനേ പറ്റൂ. പിന്നെ ഇവിടെ ആര് കള്ളത്തരം കാണിക്കണേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഒരുപാട് മുറച്ചെറുക്കന്മാരെ കണ്ടിട്ടുണ്ട്, കുറേ മറപ്പെണ്ണുകളെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരെണ്ണത്തിന് ഞാൻ കണ്ടിട്ടില്ല. എന്താ നിങ്ങൾ മാത്രമേ മുറച്ചെറുക്കനും മറപ്പെണ്ണുള്ളൂ? ആണോ? എന്തിനും മുറച്ചക്കൻ എന്ന് പറയണേ? എന്താണ് പറയേണ്ടത്? അതെന്റെ അമ്മാവന്റെ മോനാ. അമ്മാവൻ്റെ മോൻ. ഈ അമ്മാവൻ്റെ മോൻ വരുമ്പോൾ അതിനനുസരിച്ച് പെരുമാറിയ പോലെ നിനക്ക് വീട്ടിൽ. നീ എന്തിനും ഇത്രയും കൂടുതൽ സ്വാതന്ത്ര്യം എടുത്ത് പെരുമാറണം അവൻ്റെ മുമ്പിൽ? ഇത് എനിക്ക് മാത്രം തോന്നിയൊന്നുമില്ല, അമ്മയ്ക്കും തോന്നിയിട്ടുണ്ട്, ക്ലീറ്റസിനും തോന്നിയിട്ടുണ്ട്, എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. എന്തിനാണ് വെറുതെ ആളുകളെ കൊണ്ട് പറയുക നിൽക്കണത്? നീ എന്തിനിങ്ങനെ ആടിക്കുഴഞ്ഞങ്ങ് ചേർന്ന് പെരുമാറുകയാണല്ലോ. ഏട്ടാ ഞങ്ങള് ഇതൊക്കെ കണ്ട എല്ലാവർക്കും മനസ്സിലാവും മോളെ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരാണിനും മനസ്സിലാവും. അങ്ങനെ അവർക്ക് തോന്നുന്ന ഒരു കുഴപ്പം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതൊരു കുഴപ്പമാണെങ്കിൽ ഞാനങ്ങ് സഹിച്ചു, അത്രേ. ഏട്ടാ ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാ. അപ്പൊ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഒരുമിച്ച് കളിച്ചെങ്കിൽ ഒരുമിച്ച് കളിച്ച് വരുന്ന സമയത്തൊക്കെ തീർത്തോളണം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ വന്നിട്ട് നീ ഇപ്പം ആരാണ്? നീ ഇപ്പം എൻ്റെ ഭാര്യയല്ലേ? മിനിമം അതെങ്കിലും ഓർക്കണ്ടേ? അത് ഓർക്കാനുള്ള ബുദ്ധി എന്താ നിനക്കില്ലേ? ഏട്ടാ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തിനാ ആ മനുഷ്യന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കാണിക്കണേ? ഏത് മനുഷ്യനടി? ഏത് മനുഷ്യനാണ്? എനിക്ക് അവൻ ആരാണ്? എൻ്റെ ചാന്തും കുന്തും പെണമോട് മറുപടി. ഏട്ടാ ചാന്തേട്ടൻ നമ്മളോട് ഇഷ്ടമുള്ളതോട്ടല്ലേ ഇപ്പൊ കുട്ടികളില്ലാത്തതിന് ചികിത്സ ഗൾഫിലുണ്ടെന്നൊക്കെ പറഞ്ഞത്. ഏട്ടനൊന്നും മുഖം കൊടുക്കുക പോലും ചെയ്തില്ല. കുട്ടികളില്ലാത്തവന് ചികിത്സ ഗൾഫിലേക്ക് പോകണ്ട, ഇവിടെ ഒരുപാട് ചികിത്സിച്ചല്ലോ. ഇതൊക്കെ പോരാഞ്ഞിട്ടാണ് ഗൾഫിലേക്ക് കൊണ്ടുപോകണത്? ഏട്ടൻ നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. കുന്താണ് ഇഷ്ടം, എന്നോടല്ല നിന്നോടാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. ഒക്കെ നിൽക്കണം. ഇതൊന്നും പറയുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ മാതിരി പരിപാടിക്ക് നിൽക്കരുത് കേട്ടോ. അത് ഭയങ്കര ബോറാണ്. നാളെ ഇങ്ങനെ പറഞ്ഞു വിട്ടണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നീ മനസ്സിലാക്കും. നിങ്ങളോട് ഇനി ഒന്നും പറയാൻ എനിക്കില്ല. ഈ കിടക്കണ്ടവിടെ കിടന്നോ, പക്ഷെ ഉറങ്ങണം. ഉറങ്ങും നിങ്ങൾ. ഒരു കിണുകിണുപ്പ്. പിന്നെ ഗൾഫ് സാധനമല്ലേ, സൂപ്പർ സാധനമാണ്. അത് കഴിക്കണമെങ്കിൽ എൻ്റെ ഒരു നിർബന്ധം, നല്ല കുടുംബത്തിൽ പറഞ്ഞ സാധനം കുടുംബത്തിൽ പറഞ്ഞവരെ കൂടെ ഇരുന്ന് കഴിക്കണം. എന്നെ പോലെ ഉള്ള എൻ്റെ അളിയുണ്ടല്ലോ, അവൻ കൊള്ളൂല, ഇതിനൊന്നും പറ്റൂല. പാവം അയ്യേ, കനകളി പാവല്ലേ. അവൻ പാവമാണല്ലോ, അതുകൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കണേ. അതെ ചന്തു, നിനക്ക് സത്യത്തിൽ ഗൾഫിൽ എന്താണോ ജോലി? ഇത് എല്ലാവർക്കും അറിയാന്നുള്ളതല്ലേ. ചേട്ടൻ അറിയില്ലേ? ഞാൻ എഞ്ചിനീയർ അല്ലേ. അതെ പിന്നെ ചുമ്മാ സത്യം സത്യം നല്ല മുറ്റ എഞ്ചിനീയർ. ഒന്നുമില്ല, ഞാൻ ചോദിച്ചൊരു കാര്യം, നീ ഇവിടെ വന്നിട്ട് ജമന്തിക്ക് കോഴിക്കറി ഉണ്ടാക്കാൻ പഠിപ്പിക്കണത്, ബിരിയാണി വെക്കാൻ പഠിപ്പിക്കണത്. അപ്പോൾ ഒരു സംശയം, നീ അവിടെ കുക്കുമല്ലോ ആണോ?
കൊച്ചു കള്ളേ. ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ ഗൾഫിലെന്ന് പറഞ്ഞാൽ കുറേ ബാച്ചിലേഴ്സ് ഇങ്ങനെ താമസിക്കുമ്പം നല്ല നല്ല ആഹാരം കഴിക്കണമെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് തന്നെ കഴിക്കണം. അങ്ങനെ ഇപ്പൊ നല്ല എക്സ്പേർട്ടാണ് ഞാൻ കുക്കിങ്ങിൽ. അല്ല നീ ഇപ്പൊ ജമന്തിയെ പഠിപ്പിച്ചു കൊടുത്തത് വെറുതെ ഒരു രസത്തിന് അത്രയല്ലേ ഉള്ളൂ? അല്ല അതല്ല പിന്നെന്താണ്? അല്ല വേറെ പ്രത്യേകിച്ച് അങ്ങനെ നിന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ലല്ലോ? എന്ത് പ്രത്യേകിച്ച് എന്താണ് മനസ്സിൽ? അല്ലടാ ഞാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാലേ, നീ ജമന്തിയും നിങ്ങൾ കൊച്ചിലെ കളിച്ച് വളർന്ന ആൾക്കാർ കളിക്കൂട്ടുകാരാണ്. അപ്പം നിങ്ങൾ തമ്മിൽ ഭയങ്കര സൗഹൃദം വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അതൊന്നും നടപ്പുള്ള കാര്യമല്ലല്ലോ. ഒന്ന് ചേട്ടാ, അവള് എൻ്റെ മുറപ്പെണ്ണാണ്, എൻ്റെ പെങ്ങളാണ്. മനസ്സിലായില്ലേ? വേറൊരു കാര്യം നീ ഓർമ്മിക്കണം, അവൾ ഒരുത്തൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് എൻ്റെ പെങ്ങളാ അല്ലാതാവൂ? പെങ്ങളെ ആയി അതിലങ്ങ് നിന്നാൽ കുഴപ്പമില്ല. വേറെ പ്രത്യേകിച്ച് നിനക്കൊരു ദുരുദ്ദേശമില്ലല്ലോ. എന്തുദ്ദേശം ചേട്ടാ? ചേട്ടൻ ഇത് അടിച്ചത് കൂടിപ്പോയോ? സത്യം പറ. നീ ആ ഉണ്ടാക്കിയ സംസാരം ക്ലീറ്റോ കഴിക്കുന്ന കാര്യത്തിൽ അന്തസ്സായിട്ട് തന്നെ നിൽക്കും. അന്തസ്സായിട്ട് എന്നിട്ട് എൻ്റെ ഒരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ. നീ ചന്തു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമന്തിയെ കുറിച്ച്. അതെ. ജമന്തി ആരാ? കനകന്റെ ഭാര്യ. അതെ. കനകൻ ആരാ? എന്റെ ഭാര്യ തങ്കത്തിന്റെ ആങ്ങള ആണല്ലോ. അതെ. ഒക്കെ ക്ലിയർ അല്ലേ? പിന്നെന്താണ് സംശയം? അല്ല വേറെ സംശയമൊന്നുമില്ല, അതാണ് ഞാൻ ചേട്ടനെ പറഞ്ഞത്. ഞാൻ ചോദിച്ചു വന്നത് ജമന്തിയുമായിട്ട് നിനക്ക് വേറെ പ്രത്യേകിച്ച് വേറെ രീതിയിലൊന്നും ഇല്ലല്ലോ? എന്റെ പൊന്നു ചേട്ടൻ ഇല്ലല്ലോ? ഒന്നുമില്ല. ഇല്ലല്ലോ, അത് മതി. എനിക്ക് നീ ഒന്ന് സത്യം ചെയ്തേ. എന്റെ പൊന്നു ചേട്ടനാണ് സത്യം. ഞാനും ജമന്തിയായിട്ട് തെറ്റായിട്ടുള്ള യാതൊരു വിധ ബന്ധവുമില്ല. പാടില്ല, എനിക്കത് മതി. മതിയല്ലോ? എനിക്കത് മതി. എന്നാ പിന്നെ ഒരേ ചെറുതും കൂടെ എനിക്ക് വിശ്വാസമുണ്ട്. ക്ലാസ് എടുത്തു. ഞാൻ ഈ പറഞ്ഞത് വേറൊന്നും അല്ലടാ, ഓരോരുത്തരും മനസ്സിൽ ഓരോരോ സംശയങ്ങൾ കൂടി കഴിഞ്ഞാൽ പിന്നെ അത് ക്ലിയർ ചെയ്യാൻ നമ്മളെ അത് സത്യം, അത് സത്യം ചെയ്യണം. അതെ. ആ ഇവിടെ നിൽക്കണം അല്ലയാ? എന്ത് രാവിലെ ഒറ്റയ്ക്ക് ഇറങ്ങി ഇവിടെ നിൽക്കണത്? ഒന്നുമില്ല. സത്യം പറയട്ടോ, ഇന്നലെ നിന്റെ വാക്കും കേട്ടോണ്ട് ഞാൻ ആ ചെറുക്കനെ തല്ലി ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ചെയ്തെങ്കിൽ ആകെ നാണക്കേടായി. എങ്ങനെ? അല്ലെ അവനുണ്ടല്ലോ ഇതുപോലൊരു തങ്കപ്പെട്ട ചെറുക്കൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവൂല. അതെ, നീ അവന്റെ കയ്യിൽ നിന്ന് കള്ളും വാങ്ങിച്ച് കുടിച്ചിട്ട് അവന് വേണ്ടി വക്കാലത്ത് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത്. കനക, നീ എന്നൊരു കള്ളുകൂടിയനായിട്ട് കാണരുത്. ക്ലീറ്റ് ആവശ്യത്തിന് കഴിക്കുക എന്ന് വെച്ചാൽ നിലമറന്നൊന്നും പെരുമാറൂല കേട്ടോ. നീ പിന്നെ അവനെ എങ്ങനെയാന്നാ പറയണത്? ഞാൻ അവൻ്റെ അടുത്ത് നില കഴിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചോദിച്ചു. എന്ത് ചോദിച്ചു നീ? ജമന്തിയായിട്ടുള്ള എന്താണ് നിലപാടെന്ന്. എന്താ അവൻ പറഞ്ഞത്? പറ. അവൻ എന്താ അവൻ ആകെ വിഷമമായി പോലെയാ. നമ്മൾ വിചാരിക്കും പോലെ അല്ല അവൻ അവളെ പെങ്ങളെ പോലെ കാണണേ. അവൻ കുന്തായിട്ടാണ് കാണുന്നത്. എടാ എനിക്കുണ്ട് പെങ്ങള്, ഞാനും തങ്കം ഇവിടെ എങ്ങനെ പെരുമാറുന്നത് അതുപോലെയാണ് അവർ പെരുമാറുന്നത്. ആണോ? ഇവിടെ അത് ഓരോ സ്ഥലത്ത് ഓരോരുത്തരും ഓരോ രീതിയിൽ പെരുമാറും. അതുപോലല്ല അവർക്ക് ഇപ്പൊ അവർക്ക് വേറെ ആങ്ങളെ ഇല്ല, അവന് വേറെ പെങ്ങളും ഇല്ല. അവര് പരസ്പരം ആങ്ങളെയും പെങ്ങളായിട്ട് കൊച്ചിലെ ആളിലെ അങ്ങനെ ആയിരുന്നു. എന്നാൽ ഈ ആങ്ങളി പെങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് കാണാനുള്ള അത് എനിക്ക് പറ്റില്ല. അത് ഞാൻ പറഞ്ഞോളൂ. നിന്നോട് ഇനി ഞാനിത് ഇടേ നീ ഒന്ന് മനസ്സിലാക്ക്, അവൻ അത്രക്കാരനല്ല. അവരുടെ രീതി അങ്ങനെയാണെങ്കിൽ ആ രീതി എനിക്ക് പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്. അല്ല നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ ഉള്ളിൽ ഇത് കയറിപ്പോയി മറ്റേ മഞ്ഞപ്പിത്തം. ഇനി കാണുന്ന എല്ലാം അങ്ങനെ തോന്നുന്നു. ഈ കാര്യത്തിൽ എനിക്ക് മഞ്ഞപ്പിത്താണെന്ന് വിചാരിച്ചോ? അത് മാറ്റാൻ പറ്റില്ല. നിന്നോട് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും അവനെ കൂടെ നിന്ന് പതുക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കാനല്ലേ. പിന്നെ നീ അവന്റെ അവന് വേണ്ടിയിട്ട് വക്കാലത്ത് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തിനാണ്? അയ്യോ അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരുത്തന്നെ ഞാൻ എങ്ങനെ ഇവിടുന്ന് പറഞ്ഞു വിടും? അത് മര്യാദ കേടല്ലേ? അത് നീ അങ്ങനെ ചിന്തിക്കണുണ്ട്. നീ അവനെ മാന്യമായിട്ട് വിളിച്ച് അവൻ്റെ അടുത്ത് സഹകരിക്കും. ചുമ്മാ അല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. അത് നല്ല ചെറുക്കനാ, എനിക്ക് പറയാത്രേ ഉള്ളൂ. നീ ഞാൻ കൊടുത്തിട്ടുണ്ട് അവൾക്ക്. നീ ഒരു കാര്യം ചെയ്യും, നീ തല്ലി കൊല്ല അവളെ. രാത്രി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് വട്ടാ, നിനക്ക് വട്ട് മൂത്ത്. നീ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഇങ്ങനെയൊക്കെ തന്നെ അവസാനിക്കും. നീ ആരെങ്കിലും പറയണത് മനസ്സിലാക്കണം. കുഴപ്പമാണ്. തങ്കം നീ വന്നേ. എന്താ? ഞാൻ ഇച്ചിരി പണിയിലാ. ഒന്നിങ്ങോട്ട് വന്നിട്ട് പോടി. ക്ലീറ്റോ എന്താ? എന്താ ആങ്ങളൊക്കെ ഉണ്ടല്ലോ, അസുഖത്തിന് കൂടുതല. എന്താ സുഖം? നല്ല തല്ല് കിട്ടാത്തതിൻ്റെ. ഇനി രാവിലെ തന്നെ അവൻ്റെ മെക്കിട്ട് കയറാൻ നോക്കിക്കോ. എന്താ നിങ്ങളുടെ പ്രശ്നം? എടി അവന് സംശയരോഗം മൂത്തിരിക്കുകയാണ്. ആ ചന്തുവിനെ ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന്. ഇവ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് കൂട്ടുന്നത്? അവൻ ആ പെണ്ണുമായിട്ടൊന്ന് സംസാരിച്ചു, അത് സംശയം. ഒന്ന് നോക്കിയ സംശയം, എന്തെങ്കിലും എടുത്ത് കൊടുത്താൽ സംശയം. ഇങ്ങനെ സംശയിച്ചു പോയണ്ടല്ലോ ഇത് വലിയ അപകടത്തിലേക്ക് ചെന്ന് ചാടും. അപ്പൊ ഇതൊക്കെ അറിയാല്ലേ? ഇപ്പൊ കിടന്ന് നല്ലോണം തുള്ളണുണ്ടല്ലോ നിങ്ങള്. ഇന്നലെ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാനെന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല അല്ലേ?
ഇന്നലെ അവൻ ഇവിടെ വന്ന് വിഷമിച്ചിരുന്നപ്പോഴത്തേനും നിങ്ങളല്ലേ ഏഷണി കൂട്ടി കൊടുത്തത്? എടി അത് വിഷമിച്ച് ഒരുത്തം പറയുമ്പോൾ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. സമാധാനിപ്പിക്കാൻ വേണ്ടി ഏഷണി കൂട്ടി കൊടുക്കുക ചെയ്യണേ? അയ്യോ കർത്താവ്, ഞാൻ ഏഷണി ഒന്നും കൂട്ടിയില്ല. ഇല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അമ്മ പറഞ്ഞു കേട്ടോ തുള്ളിച്ചാടി വെളിയിൽ പോകണം. ക്ലീറ്റോ, എന്റെ വായിരിക്കണ വെറുതെ കേൾക്കരുത്. രാവിലെ തന്നെ ഓരോന്ന് പറഞ്ഞ് അവന് ഓതി കൊടുത്തിട്ട് അവന്റെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾക്ക്? ഇപ്പൊ ഞാനായി കുഴപ്പക്കാരൻ. അതെ, നിങ്ങളാണല്ലോ കുഴപ്പക്കാരൻ. അവനോട് അവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് ആ ചെറുക്കനോട് ഇവിടുന്ന് പറഞ്ഞു വിട്ടോ. കനകന്റെ സമാധാനം കളഞ്ഞിട്ട് ഇവിടെ ആരും അങ്ങനെ സുഖിക്കണ്ട. എടി, അവന്റെ വീട്ടിൽ വന്ന അതിഥിയെ ഞാൻ എങ്ങനെ പറഞ്ഞു വിടും? അതൊക്കെ മര്യാദയാണോ? അയ്യോ, എല്ലാം മര്യാദയോടുകൂടി ചെയ്യണ ഒരു പുണ്യാത്മാവ്. എനിക്കൊന്നും അറിയണ്ട, അവനെ വിഷമിപ്പിക്കാൻ പറ്റൂല, എനിക്ക് അത്രേ ഉള്ളൂ. എന്തൊരു കഷ്ടമാണ് കർത്താവേ. ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പരിഹരിക്കാൻ ഞാൻ വേണം. ഞാൻ ഈ വീട്ടിൽ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? നിങ്ങളില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ എന്താ പ്രശ്നം? എന്താ കുന്ത? അല്ല, എന്തിനു വെറുതെ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണേ? അത് ഞാൻ എങ്ങനെ നിന്നോട് ഇപ്പോൾ ഇത് പറയുന്ന ആലോചിച്ചിട്ടിരിക്കുക. എന്താ ഏട്ടാ? ഒന്നുമില്ലടാ, നമ്മളെ കനകനില്ലേ, അതിനൊരു ചെറിയ വിഷമം. എന്തു പറ്റി? ഇല്ല, ഒന്നും പറ്റിയിട്ടല്ല. നീ വന്ന പിന്നെ ജമന്തിയോട് നീ അമിതമായിട്ട് സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ അവന് എന്തോ ഒരു സംശയം പോലെ. എന്താണ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലടാ, ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ. അവന് എന്തോ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവനെ ഒരു ഭർത്താവല്ലേ, അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചപ്പോൾ അവനെന്തോ ഒരു സംശയം തോന്നി, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ അതിന് തെറ്റായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്ന് നിന്നെ എനിക്കെന്താ അറിയില്ലേ? അതെ, നീ ഒരു കാര്യം ചെയ്യും, തൽക്കാലം നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക്. ഇതൊരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഇത് ഇല്ല, അതിപ്പോൾ കനകന് ഇതിപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ഇത്, അത്രേ ഉള്ളൂ. അതൊക്കെ അങ്ങ് മാറും. ഞാൻ എന്തെങ്കിലും സംസാരിക്കണോ കനകേട്ടനുമായിട്ട്? അതൊന്നും വേണ്ട. അത് ചിലപ്പോൾ ഇനി കൂടുതൽ വഷളാവും. നീ ഒരു കാര്യം ചെയ്യും, തൽക്കാലം ഇവിടുന്ന് പോകാൻ നോക്ക്. ഇനിയും 10-15 ദിവസം ഉണ്ടല്ലോ. 10-15 ദിവസമുണ്ട്. പക്ഷേ ഞാനും കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു ചേട്ടാ. ഞാനും അമിതമായിട്ട് അവളുടെ അടുത്ത് സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്ത് അതായിരിക്കണം, ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. എന്താണ് അത്? നിന്റെ മനസ്സിലൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ നീ അത്ര ഓപ്പണായിട്ട് സംസാരിച്ചേ. ഇതിപ്പോൾ അവന് തോന്നിയൊരു സംശയം, നീ ആ കാര്യമായിട്ട് എടുക്കണ്ട. തൽക്കാലം നീ ഇറങ്ങാൻ നോക്ക്. ഞാൻ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ശരി, അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്. കാരണം ഞാനായിട്ട് അവളുടെ ജീവിതം തകരരുത്. അങ്ങനെയൊന്നുമില്ല, ഇതിപ്പോൾ ഒരു വലിയ പ്രശ്നമൊന്നും അല്ല. ഇത് തൽക്കാലം അവൻ്റെ മനസ്സൊന്ന് മാറാൻ വേണ്ടിയിട്ട് കേട്ടാ. ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ 15 ദിവസം ഇനിയുണ്ടല്ലോ. നമുക്ക് അത് കഴിഞ്ഞ് നീ പോണതിന് മുമ്പ് ഒന്നുകൂടെ നമ്മൾ കണ്ടിട്ടേ പോവും. നീ ചെല്ല്, തൽക്കാലം ഇറങ്ങാൻ നോക്ക്. ശരി ചേട്ടാ. മോശമായിപ്പോയി. എന്ത് പറയാനാ, അവൻ്റെ ഓരോ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പൊന്മുടിയിലൊക്കെ പോകാമെന്ന് പറഞ്ഞിരുന്നതാ. അതാ വലിയ കാര്യം. മത്ത് നോക്കണം വേണ്ടില്ലേ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട്. നിനക്കെന്തൊരു വിഷമം? ഞാൻ ഇവിടെ തുള്ളിച്ചാടണം. ആണല്ലാത്ത എങ്ങനെയുണ്ട് ഇപ്പം? ആശ്വാസം ഉണ്ടോ? ഞാൻ പിടിക്കാം. പിള്ളേർ നമ്മളെ കുടുംബത്തിലൊക്കെ ഇറങ്ങട്ടെ അമ്മ, കാണാം. കാണാം, നമുക്ക് അടുത്ത കാണാം. 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. ഇല്ല ഏട്ടാ, കുറച്ച് വർക്കുണ്ട്, പോയിട്ട് കുറച്ച് തീർക്കാനായിട്ട് കുറച്ച് പരിപാടി. ആയിക്കോട്ടെ, ശരിയാണ്, ഇറങ്ങട്ടെ. ഓക്കെ. ശരി. അവിടെ എത്തിയിട്ടൊന്ന് വിളിക്കണേ. അവിടെ നിന്നെ അവിടെ നിങ്ങൾക്ക് ഇപ്പൊ സമാധാനായോ? എന്തേ? അല്ല, ചന്തോട്ടം പോയല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് സമാധാനായോന്ന്? അതിന് ഇപ്പൊ നിങ്ങൾക്ക് തലയ്ക്ക് വെളിവ് വന്നോ? എന്താ നിനക്ക് എന്താ പ്രശ്നം എന്ന് പറ. ചന്തോട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നറിയാമോ? ചന്തോട്ടന് ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടമാണ്. ആ കല്യാണത്തിന് വീട്ടുകാർ സമ്മതിക്കില്ല. നമ്മൾ എല്ലാവരും കൂടി അതൊന്ന് നടത്തി കൊടുക്കണം. അത് പറയാനാ വന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. അതെങ്ങനെ പറയും? അതെ, ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാ. അപ്പൊ അതിന്റെ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവും. അത് കൊണ്ട് നിങ്ങൾക്ക് സംശയല്ലേ? എടി മതി, അവൻ നിന്നോടുള്ള ഇഷ്ടക്കൂടുതലും കൊണ്ട് കാണിച്ചതല്ലേ. എന്ത് ഇഷ്ടക്കൂടുതലാ നാത്തൂനെ? ഇങ്ങേർക്ക് സംശയം. ഇത് ഇന്നലെ രാത്രി ഇങ്ങേരോട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇരുന്നതാ. അപ്പൊ ഒന്നും സമ്മതിക്കില്ല, ഒന്നും പറയാൻ സമ്മതിക്കില്ല. സംശയം ഇങ്ങനെ തലേ കയറി ഇരിക്കല്ലേ? എല്ലാ ആണുങ്ങളുടെ മനസ്സിലും ഉള്ളതാ ഈ സംശയം. എന്നിട്ട് അതങ്ങ് പുറത്തേക്ക് വരുമ്പോ പിന്നെ സ്നേഹമായി, പൊസസീവ്നെസ് ആയി. രക്ഷപ്പെടാനുള്ള മാർഗം ഇതൊക്കെ. ഇപ്പൊ മാറിയോ നിങ്ങളുടെ സംശയം? നിങ്ങൾക്ക് ഇപ്പൊ സമാധാനായോ? വെളിവ് വന്നോ തലയ്ക്ക്?
നിങ്ങളുടെ സംശയം മാറിയോന്ന്? മിണ്ടാണ്ടിരുന്ന നീ എന്തൊന്നും മിണ്ടാതിരിക്കണേ. അതെ, നിങ്ങൾ ആണുങ്ങൾക്കുള്ള സംശയം ഞങ്ങൾ പെണ്ണുങ്ങൾക്കും കൂടി വന്നാലേ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു കുടുംബം എങ്ങനെ നടന്നു പോകുന്ന, പിന്നെ കുടുംബം ഉണ്ടാവോ? എന്താ മിണ്ടാത്തെ? Alien versus Alien.